റായ്ബറേലിയിൽ ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ദിനേശ് പ്രതാപ് സിംഗ് മത്സരിക്കും. കൈസർഗഞ്ചിൽ കരൺ ഭൂഷൺ സിംഗ് ബിജെപി സ്ഥാനാർത്ഥി. അതേസമയം റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, നാളെയാണ് റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മെയ് 20-ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിനുള്ളിൽ തുടരുകയാണ്. BJPയെ സംബന്ധിച്ച് അമേഠിയിൽ നേരത്തെ തന്നെ സ്മൃതി ഇറാനിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ്. അവിടെയും അമേഠിയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയോട് കൂടിയായിരുന്നു സ്മൃതി ഇറാനിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. റായ്ബറേലിയെ സംബന്ധിച്ച് BJPയും കാത്തിരിക്കുകയായിരുന്നു. അതായത് കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെയും കളത്തിലിറക്കും എന്നത് സംബന്ധിച്ച് അതിന് എതിരാളിയെ നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ BJP റായ്ബറേലിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി ഒരുപക്ഷെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിനുള്ളിൽ തുടരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2019 സോണിയയ്ക്കെതിരെ കളത്തിലിറക്കിയിട്ടുള്ള ദിനേശ് പ്രതാപ് സിംഗിനെ തന്നെയാണ് ഇത്തവണയും BJP റായ്ബറേലിയിൽ മത്സരത്തിനിറക്കിയിട്ടുള്ളത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദിനേശ് പ്രതാപ് സിംഗ് മത്സരിച്ച് വിജയിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിയാണ്. അദ്ദേഹത്തെയാണ് BJP റായ്ബറേലിയിൽ കളത്തിലിറക്കിയിട്ടുള്ളത്. അപ്പം അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലും കേരളത്തിലും വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തന്നെ കോൺഗ്രസ് ആരംഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പോലും ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് തീരുമാനം പാർട്ടി അധ്യക്ഷനും സോണിയയ്ക്കും, അതായത് ഹൈക്കമാൻഡിന് വിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം ഒഴിവാക്കി വിടുകയായിരുന്നു. ഇവിടെ അമേഠിയിൽ 2019 കനത്ത പരാജയം സ്മൃതി ഇറാനിയോട് രാഹുൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് പരാജയ ഭീതി തന്നെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ മത്സരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. റായ്ബറേലിയിലോ അമേഠിയിലോ രാഹുലോ പ്രിയങ്കയോ കളത്തിലിറങ്ങുകയാണെങ്കിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് വലിയ നാണക്കേടുണ്ടാക്കും എന്നുള്ളത് നെഹ്റു കുടുംബത്തിനുമൊപ്പം സോണിയയ്ക്കും രാഹുലിനും തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പേരുകൾ അവിടെ പരിഗണിക്കണം എന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം നിരന്തരം ആവശ്യപ്പെടുകയും സമ്മർദ്ദം ചെലുത്തുകയും പ്രമേയം പാസാക്കുകയും ചെയ്തിട്ട് പോലും ഹൈക്കമാൻഡ് ഇതുവരെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താതിരുന്നത്. പ്രിയങ്ക മത്സരിക്കുമോ എന്നുള്ളതിൽ ഇതുവരെ ഒരു പൂർണ്ണ സമ്മതം ഹൈക്കമാൻഡിനെ പ്രിയങ്ക അറിയിച്ചിട്ടില്ല. ഒപ്പം രാഹുൽ അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കും എന്നുള്ള സൂചനകളുണ്ട്. അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വലിയ പരാജയം റായ്ബറേലി രാഹുലിനെ അമേഠിയിൽ നേരിട്ടിരുന്നു. ഇത്തവണ റായ്ബറേലിയിലാകട്ടെ റായ്ബറേലിയും പിടിച്ചെടുത്തുകൊണ്ട് ഉത്തർപ്രദേശിലെ 80 സീറ്റുകളും പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനമാണ് BJP ഉത്തർപ്രദേശിൽ നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റ് കൂടിയാണ് റായ്ബറേലി. രാഹുലോ പ്രിയങ്കയോ അവിടെ മത്സരിച്ചില്ലെങ്കിൽ ഇത്തവണ ഒരു സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടമാകും എന്നുള്ള വാദം ഇതിനോടകം തന്നെ ഉത്തർപ്രദേശിന്റെ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരേ ഒരു സിറ്റിംഗ് സീറ്റിൽ പോലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കോൺഗ്രസിൽ ആശയക്കുഴപ്പം മുൻപോട്ട് പോകുന്നു. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ തീർച്ചയായും കോൺഗ്രസിന് ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം നാളെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അമേഠിയിൽ സ്മൃതി ഇറാനി നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ റായ്ബറേലിയിൽ BJP ദിനേശ് പ്രതാപ് സിംഗിനെ കളത്തിലിറക്കിയിട്ടുണ്ട്. ഒപ്പം കൈസർഗഞ്ചിൽ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനെയാണ് BJP മത്സരിപ്പിക്കുന്നത്. ദേവിക. ജിഷ്ണു, ഒരു കാലത്ത് ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയായിരുന്ന അമേഠി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന്റെ കൈ വിറയ്ക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് കോൺഗ്രസിന്റെ ഇത്തരത്തിലൊരു മുന്നോട്ട് പോക്ക്. അങ്ങനെ തന്നെയല്ലേ ഈ സാഹചര്യത്തിനെ വിലയിരുത്തേണ്ടത്? ദേവിക, ദേശീയ രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തേണ്ടത്. അമേഠിയും റായ്ബറേലിയും മാത്രമല്ല, മുൻപ് ഉത്തർപ്രദേശും മധ്യപ്രദേശും ഉൾപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമികയിലെ സംസ്ഥാനങ്ങൾ അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ്, രാജ്യം അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇന്നിപ്പോൾ ശേഷിക്കുന്നത് ഉത്തർപ്രദേശ് എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പവർ ഹൗസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് 2019 റായ്ബറേലി എന്ന ഒറ്റ മണ്ഡലം മാത്രമാണ് കോൺഗ്രസിന് നേടാൻ സാധിച്ചത്. 2024 എത്തുമ്പോൾ ഒരേ ഒരു സിറ്റിംഗ് സീറ്റിൽ പോലും
സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നു. കാലങ്ങളോളം കോൺഗ്രസ് നേതാക്കൾ മാത്രം വിജയിച്ച മണ്ഡലമാണ് റായ്ബറേലിയും അമേഠിയും. റായ്ബറേലിയിൽ 2 തവണ മാത്രമാണ്, ഒരു തവണ ജനതാ പാർട്ടിയും ഒരു തവണ BJPയും, അങ്ങനെ 2 തവണ മാത്രമാണ് കോൺഗ്രസിന് പരാജയം നേരിട്ടിട്ടത്. അവരെ 2004 മുതൽ സോണിയ പ്രതിനിധീകരിക്കുന്നു. അമേഠിയാകട്ടെ കാലങ്ങളോളം കോൺഗ്രസിന്റെ കോട്ട കുത്തകയായ മണ്ഡലം. 2004 മുതൽ 19 വരെ രാഹുൽ പ്രതിനിധീകരിച്ച മണ്ഡലം. രാഹുലിന് അവിടെ 19-ൽ വലിയ രീതിയിലുള്ള പരാജയം സ്മൃതി ഇറാനിയോട് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇത്തരത്തിൽ കോട്ടയായിരുന്ന അല്ലെങ്കിൽ മുൻപ് വലിയ രീതിയിൽ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത് അവരുടെ വലിയ പരാജയത്തെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മൊത്തം ദേശീയ രാഷ്ട്രീയത്തിൽ പരിശോധിക്കുമ്പോഴും 2019 ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള അംഗസംഖ്യ തികയ്ക്കാൻ പോലും ലോക്സഭയിൽ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ CPMനെയും ഒപ്പം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയെയും ജാർഖണ്ഡിലും JMMനെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഈ പോരാട്ടം അവരുടെ നിലനിൽപ്പിൻ്റേത് കൂടിയാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ഒരു ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവുകയാണ്. ഏതായാലും അമേഠിയും റായ്ബറേലിയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് വലിയൊരു ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. ഒന്നുകിൽ ഈ രാത്രി അല്ലെങ്കിൽ നാളെ കോൺഗ്രസിന് ഈ 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേ മതിയാവൂ. പരാജയ ഭീതി കാരണം രാഹുലും പ്രിയങ്കയും ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ളൊരു പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നെഹ്റു കുടുംബത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മത്സരിക്കണം, അതല്ലെങ്കിൽ ഒരേ ഒരു സിറ്റിംഗ് സീറ്റും UPയിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം ഹൈക്കമാൻഡിനോട് നിരന്തരം ആവശ്യപ്പെടുന്നത്. ദേവിക.